പോയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2 ഡോക്ടർമാരും 2 നഴ്സുമാരും പ്രതികളാണ്. കുന്നമംഗലം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ ഹർഷീനയ്ക്ക് നീതി എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഒടുവിൽ ഹർഷീനയുടെ സമരം, അത് കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു സമരമാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതിൽ 2 ഡോക്ടർമാരും 2 നഴ്സുമാരും പ്രതികളാണ് എന്നുള്ളതാണ് കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉള്ളത്. അതിൻ്റെ വിവരങ്ങൾ MS അനീഷ് കുമാർ നൽകും. കോഴിക്കോട് നിന്ന് അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്നതിനിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതായുള്ള പരാതി ഹർഷീന ഉയർത്തിയത്. ആശുപത്രി അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. അനീഷ്, ഞാൻ ചോദിച്ചത് ഹർഷീനയുടെ ഒരു നീതി കിട്ടുന്ന തരത്തിലേക്ക് എത്തുമോ ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ? തീർച്ചയായും ഹർഷീനയുടെ വാക്കുകളിൽ തന്നെ ഒരു നീതി പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ 2 ആരോഗ്യ സംഘങ്ങൾ ഈ ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഹർഷീനയുടെ വയറ്റിൽ കത്തിയെത്തിയത് അല്ലെങ്കിൽ ഈ കത്രിക കുടുങ്ങിയത് സത്യമെന്ന് പറയുമ്പോഴും അതെങ്ങനെ വന്നു, ആരുടെ അനാസ്ഥ കൊണ്ട് ഇതെത്തി എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ നിഗമനത്തിലെത്താൻ ആ അന്വേഷണങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ആരംഭിച്ച പോലീസിന്റെ അന്വേഷണ സമയത്തും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ആരും കുറ്റക്കാരല്ല, അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് ഈ കത്രിക കുടുങ്ങിയത് എന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയില്ല എന്നാണ് പ്രത്യേകം പറഞ്ഞിരുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നപ്പോഴൊക്കെ പോലും ഈ നിലപാടിലാണ് കുറിച്ചത്. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ 4 പേരെ പ്രതികളാക്കിയാണ് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. നേരത്തെ 4 ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി സർക്കാരിന്റെ ഭാഗത്തു നിന്നും നൽകുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ CK രമേശൻ, സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റും മലപ്പുറം സ്വദേശിയുമായ ഡോക്ടർ M ഷഹന, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമായ M രഹന, KG മഞ്ജു എന്നിവരാണ് ഈ കേസിൽ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ. ഇവരെ നേരത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്തിരുന്നു. ഇവർക്കെതിരെ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഉൾപ്പെടെയുള്ള ആ കുറ്റം ചുമത്തിയാണ് ഇവർക്കെതിരെ ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. മനഃപൂർവ്വമായല്ല ഇവർ ഈ കൃത്യം ചെയ്തതെന്നാണ് പോലീസ് കരുതുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും ഒരു അനാസ്ഥ, കുറ്റകരമായ അനാസ്ഥ ഈ ഹർഷീനയുടെ വയറ്റിൽ ഈ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇക്കാര്യങ്ങൾ കുറ്റപത്രത്തിൽ പറയുകയും ചെയ്തിരുന്നു. ആകെ 750 പേജുള്ള കുറ്റപത്രമാണ് കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 60 സാക്ഷികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2017 നടത്തിയ ഒരു MRI സ്കാനിംഗ് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായക തെളിവായി പോലീസിന് ലഭിച്ചത്. കാരണം 2012ലും 2017ലും 2 വട്ടം ഈ പ്രസവ ശസ്ത്രക്രിയയ്ക്കായി ഹർഷീനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിനുശേഷം കൊല്ലത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു സ്കാനിംഗ് നടത്തിയിരുന്നു. ആ സ്കാനിംഗിൽ വയറ്റിനുള്ളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പുറത്തു നിന്നുള്ള വസ്തു ഉള്ളതായി കണ്ടെത്തിയിരുന്നില്ല. ഇതിനുശേഷമാണ് പിന്നീട് ഹർഷീനയുടെ 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട നടക്കുന്നത്. അവിടെ നടന്ന ശേഷം പിന്നീട് ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് വയറ്റിൽ വലിയ രീതിയിലുള്ള വേദന അനുഭവപ്പെട്ടത്. 2017 നവംബർ 30-നാണ് ഈ ശസ്ത്രക്രിയ നടക്കുന്നത്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പിന്നീട് വലിയ രീതിയിലുള്ള വയറുവേദന ഹർഷീനയ്ക്ക് അനുഭവപ്പെടുന്നു. വിവിധ ആശുപത്രികളിലായി മാറി മാറി ചികിത്സ തേടുന്നു. എങ്കിലും ഒരു ഫലവും കണ്ടെത്തുകയും ചെയ്തില്ല. പിന്നീട് 2022-ൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നടത്തിയ CT സ്കാനിംഗിലാണ് ഈ ഹർഷീനയുടെ മൂത്രസഞ്ചിയിൽ ഒരു കത്രിക കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയും ചെയ്ത് ഇത് പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ശസ്ത്രക്രിയ നടത്തി പുറത്തെടുക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെയും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും ഒക്കെ ഹർഷീന സമീപിച്ചത്. എന്നാൽ അതിന് പിന്നീട് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ കത്രിക കുടുങ്ങി എന്ന് കണ്ടെത്തുകയും, എന്നാൽ ആരാണ് ഇതിനുള്ള കുറ്റക്കാര്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണോ ഈ കത്രിക കുടുങ്ങിയത് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഫെബ്രുവരി 26-ന് ഹർഷീന സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകി. അദ്ദേഹത്തിന്റെ നിർദ്ദേശാടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള അന്വേഷണം നടക്കുകയും പ്രതികളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസിന് ഏറ്റവും നിർണായകമായി മാറിയത് 2017-ൽ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ സ്കാനിംഗ് റിപ്പോർട്ടാണ്. ആ സ്കാനിംഗ് റിപ്പോർട്ടിൽ വയറ്റിനുള്ളിൽ കത്രിക അടക്കമുള്ള ഒരു ഉപകരണം കാണുന്നുണ്ടായില്ല. എന്നാൽ പിന്നീട് 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഈ കത്രിക കുടുങ്ങിയതെന്ന്
പിന്നീട് നടന്ന സ്കാനിംഗ് റിപ്പോർട്ടിൽ തെളിയിക്കുകയും ചെയ്തു. ഒപ്പം പോലീസ് ഈ കത്രിക അടക്കമുള്ള വസ്തുക്കൾ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് ഈ ആശുപത്രിയിലെ മറ്റ് ശസ്ത്രക്രിയ ഉപകരണങ്ങളുമൊക്കെയായി താരതമ്യം ചെയ്തു നോക്കിയിരുന്നു. ഈ ഡോക്ടർമാരുടെ ഗൈനക്കോളജിയിൽ ചെല്ലുന്ന ഡോക്ടർമാരുടെ ഗൗണുകളും മറ്റും അണിഞ്ഞ് പോലീസുകാർ ഈ ശസ്ത്രക്രിയാ വാർഡിനുള്ളിൽ ശസ്ത്രക്രിയാ മുറിക്കുള്ളിൽ കയറി പരിശോധന നടത്തി. അവിടെ ഈ തിയേറ്ററിനുള്ളിൽ വെച്ച് ഈ വയറ്റിൽ കുടുങ്ങിയ ഈ ശസ്ത്രക്രിയാ ഉപകരണവും ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന മറ്റ് ശസ്ത്രക്രിയാ ഉപകരണങ്ങളും പരിശോധിച്ചപ്പോൾ ഇവ രണ്ടും ഒന്നാണ് എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അതേ തുടർന്നാണ് ഈ ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് ഈ കത്രിക ഉള്ളിൽ കുടുങ്ങിയതെന്ന് കണ്ടെത്തിയത്. അതിനുശേഷം ആ സമയത്തെ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്, ആരോഗ്യ പ്രവർത്തകരാണ് ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരെന്ന് കണ്ടെത്തി. പിന്നീടാണ് 4 പ്രതികളിലേക്ക് പോലീസ് എത്തിയതും അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ട് മാത്രം തന്റെ പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നില്ല എന്നാണ് ഹർഷീന പറയുന്നത്. കാരണം അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് പോരാട്ടത്തിന്റെ ഒരു നാൾ വഴിയുണ്ടല്ലോ ഹർഷീനയ്ക്ക്. ഇത്രമാത്രം ഒരു നീതിയിലേക്ക് എത്താൻ ഹർഷീന നടത്തിയ പോരാട്ടം അത് കേരളം മുഴുവൻ കണ്ടതാണ്. വലിയ വിവാദങ്ങൾക്കും അത് രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചതുമാണ്. ഈ കുറ്റപത്രം സമർപ്പിച്ചതിന്റെ ഒരു പ്രതികരണം ഹർഷീന നൽകാൻ തയ്യാറായിട്ടുണ്ടോ? ഹർഷീനയുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു അനീഷ്? ഹർഷീന തീർച്ചയായും നീതി പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഹർഷീന പറഞ്ഞത്. കാരണം ഒരു തരത്തിൽ പോലും നീതിയുടെ ഒരു വെളിച്ചം എങ്ങൊന്നും ലഭിക്കില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു സ്ഥലത്തു നിന്നുമാണ് പോലീസ് ഈ കേസ് ഇത്രവരെ എത്തിച്ചിരിക്കുന്നത്. കാരണം ആദ്യ 2 തവണ ഈ ആഭ്യന്തര അന്വേഷണം, ഈ ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഈ കത്രിക ഉള്ളിൽ കുരുങ്ങാൻ കാരണമായതെന്ന് കണ്ടെത്തിയില്ല. ഒപ്പം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ നിന്ന് തന്നെയാണോ ഈ കത്രിക ഉള്ളിൽ കുടുങ്ങിയതെന്ന രീതിയിലും ഒരു സംശയം അവർ പ്രകടിപ്പിച്ചിരുന്നു. അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ വിശദീകരണം നൽകാൻ അവർ സമ്മതിച്ചില്ല. പിന്നീട് പോലീസ് അന്വേഷണം നടക്കുമ്പോഴും മെഡിക്കൽ ബോർഡും മറ്റും യോഗം ചേർന്നപ്പോഴും ഈ കത്രിക എവിടെ നിന്ന്, അല്ലെങ്കിൽ ആരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ കത്രിക ഉള്ളിൽ കുടുങ്ങിയതെന്ന ഒരു ചോദ്യത്തിന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു ഘട്ടത്തിലും ഉത്തരം നൽകിയില്ല. അത്തരത്തിൽ കുഴിച്ചു മൂടപ്പെടുമോ എന്ന് കരുതിയ ഒരു കേസാണ് പിന്നീട് പോലീസിന്റെ അന്വേഷണം കൊണ്ട് തന്നെ കൃത്യമായ ഫോറൻസിക് തെളിവുകൾ ശേഖരിച്ച്, അല്ലെങ്കിൽ കൃത്യമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് ഈ കത്രിക വിധേയമാക്കി ഈ ഗൗണും മറ്റും ധരിച്ച് ഈ ശസ്ത്രക്രിയ മുറിയിൽ കയറി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയുള്ള പരിശോധന നടത്തുന്നു. പിന്നീട് 2017-ലെയും 12-ലെയും ഒപ്പം 2022-ലെയും ഈ സ്കാനിംഗ് റിപ്പോർട്ടുകൾ അപഗ്രഥിച്ചുള്ള വിദഗ്ധരുടെ സഹായത്തോടുള്ള പഠനം, ഇതിലൊക്കെ കൂടി ആകെ ഒരു കുറ്റപത്രം സമർപ്പിക്കാവുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഇതിലൊരു ക്രൈം, ഒരു കുറ്റകൃത്യം നടന്നു എന്ന ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നതും ആരാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നീതി ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ തന്നെ ഹർഷീനയ്ക്കുണ്ട്. പക്ഷേ ഈ കുറ്റപത്രം സമർപ്പിക്കുക, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികളിലേക്ക് തീരുക എന്നതുകൊണ്ട് മാത്രം തന്റെ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല എന്ന് ഹർഷീന പറയുന്നു. കാരണം 2 ലക്ഷം രൂപയാണ് സർക്കാർ നേരത്തെ നിശ്ചയിച്ച് നൽകിയ ഒരു നഷ്ടപരിഹാരം. ഈ തുകയിൽ താൻ തൃപ്തയല്ല. തനിക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം ഈ ശസ്ത്രക്രിയയിൽ തുടർന്ന് ഈ കത്രിക വയറ്റിൽ കുരുങ്ങിയത് മൂലം പിന്നീട് വലിയ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചു. ഇപ്പോഴും പൂർണ്ണ തോതിൽ പല കാര്യങ്ങളും, അല്ലെങ്കിൽ വലിയ കഠിനമായ ജോലികൾ ചെയ്യുന്നതിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. 3 കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട്. വളരെ ചെറിയ കുട്ടികളാണ്. അവരെ വളർത്തുന്നതിന് പോലും ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ ആരോഗ്യരംഗത്തെ ഗുരുതരമായ അനാസ്ഥകൾ, രോഗികളുടെ ജീവിതം പോലും പന്താടി നടത്തുന്ന ഇത്തരം അലക്ഷ്യമായ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ ഒരു ശിക്ഷ മാതൃകാപരമായി ലഭിക്കണം. ഒപ്പം വലിയ തോതിലുള്ള നഷ്ടപരിഹാരം ഇക്കാര്യത്തിൽ ലഭിച്ചാൽ മാത്രമേ കൃത്യമായ ഒരു ജാഗ്രത ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാവൂ എന്ന ഉറച്ച നിലപാടിലാണ് ഹർഷീന. അതുകൊണ്ട് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഒരു കേസ് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിലേക്ക് ആവശ്യമായ പണം നാട്ടുകാരിൽ നിന്നും പിരിച്ച് മുന്നോട്ട് പോകുമെന്നും ഹർഷീന പറയുന്നുണ്ട്. അത്തരത്തിൽ പോരാട്ടം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ കുറച്ചധികം നാളുകളായി ഹർഷീനയുടെ ജീവിതം. മെഡിക്കൽ കോളേജിന്റെ മുൻവശത്ത് പൊരുവെയിലും മഴയിലുമൊക്കെ നിന്ന് സമരം നടത്തിയ ഹർഷീനയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം സെക്രട്ടേറിയറ്റ് പടിക്കൽ പോയി സമരം നടത്തിയ ആളുകളെ കണ്ടിട്ടുണ്ട്. മന്ത്രിമാരെയും മറ്റു ഉന്നത വ്യക്തികളെയും ഒക്കെ നിരന്തരം കൂടിക്കാഴ്ച നടത്തി തന്റെ ഈ തനിക്ക് പറ്റിയ ഈ പ്രശ്നത്തിൽ പരിഹാരം തേടണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. എന്തായാലും ഒരു വശത്ത് ഈ കൃത്യത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു, മറുവശത്ത് അവർ ചോദിക്കുന്ന അർഹമായ നഷ്ടപരിഹാരം കൂടി ഇനി ലഭിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അനീഷ്, ഇതിൽ മറ്റൊരു കാര്യം, ഈ പോലീസിന്, ഈ അന്വേഷണ സംഘത്തിന് അത്ര എളുപ്പമായിരുന്നില്ല ഈ ഒരു പ്രശ്നം. ഒരു സാധാരണ വീട്ടമ്മയുടെ പോരാട്ടമാണ്. അത് ഇത്രമാത്രം ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. കേരളം മുഴുവൻ ഹർഷീനയ്ക്ക് കൈത്താങ്ങായി നിൽക്കുകയും ചെയ്തു. പക്ഷെ അതേ സമയത്ത് തന്നെ
ഈ കത്രിക അത് ഈ ആശുപത്രിയിൽ നിന്നല്ല എന്ന് തറപ്പിച്ച് പറയുന്നു ആരോഗ്യവകുപ്പും കോഴിക്കോട് മെഡിക്കൽ കോളേജും. ആ ഒരു സാഹചര്യത്തിൽ ഇത് കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു പോലീസ് എന്നുള്ള സംശയമില്ല. അപ്പോൾ ഈ പോലീസ് എത്രത്തോളം സാക്ഷികളെ അവരുടെ മൊഴിയെടുത്തു, എത്രമാത്രം നീണ്ടു നിന്ന ഒരു അന്വേഷണമായിരുന്നു പോലീസിൻ്റെത്? എൽദോ, തീർച്ചയായും ഈ ആരോഗ്യവകുപ്പിലെ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അനാസ്ഥയിൽ അന്വേഷണം നടത്തുമ്പോൾ അതിൽ എത്രമാത്രം വാസ്തവം പുറത്തു വരും എന്ന് നമുക്ക് അറിയാം. അതിൽ ആത്മാർത്ഥമായ ഒരു സമീപനം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നത് പകൽ പോലെ വ്യക്തവുമാണ്. തുടർച്ചയായി ഹർഷീന അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതും. എന്നാൽ പോലീസിലെത്തുമ്പോഴേക്കും കാര്യങ്ങൾ മാറും. കാരണം പോലീസിലെത്തുമ്പോൾ ഇതൊരു കുറ്റകൃത്യം എന്ന രീതിയിലാണ് പോലീസ് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആധികാരികമായ വൈദ്യശാസ്ത്ര രേഖകളുണ്ട്, മറ്റ് തെളിവുകളുണ്ട്. ഈ തെളിവുകളൊക്കെ അപഗ്രഥിച്ച് കൃത്യമായി ഈ കൃത്യത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞുവെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഹർഷീനയുടെ തന്നെ മൊഴികൾ അനുസരിച്ച്, അല്ലെങ്കിൽ ഹർഷീന തന്നെ പറയുന്നതനുസരിച്ച്, വൈദ്യശാസ്ത്ര രേഖകൾ അനുസരിച്ച് 2012-ലും 2017-ലും 2 ഈ പ്രസവ ശസ്ത്രക്രിയകൾക്ക് ഹർഷീന വിധേയമായിരുന്നു. ആ 2 ശസ്ത്രക്രിയാ സമയത്തെയും അല്ലെങ്കിൽ ആ 2 പ്രസവവുമായി ബന്ധപ്പെട്ട സമയത്തെയും കൃത്യമായ രേഖകൾ, ഈ വൈദ്യശാസ്ത്ര രേഖകൾ ഹർഷീനയുടെ പക്കലുണ്ട്. അത് സ്കാനിംഗ് റിപ്പോർട്ട് അല്ലെങ്കിൽ എക്സ്റേ, അത്തരത്തിലുള്ള കുറിച്ചു കൊടുത്ത മരുന്നുകൾ, അങ്ങനെയുള്ള വിശദമായ രേഖകളൊക്കെ ഹർഷീനയുടെയിലുണ്ട്. അതിൽ 2017-ൽ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ആണ് സ്കാനിംഗ് നടത്തിയത്. ആ സ്കാനിങ്ങിൽ, ഈ പ്രസവശേഷം നടത്തിയ ആ സ്കാനിങ്ങിൽ യാതൊരു തരത്തിലുമുള്ള ബാഹ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കത്രിക പോലുള്ള എന്തിൻ്റെയെങ്കിലും സാന്നിധ്യം വയറ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് 2017-ൽ അടുത്ത ശസ്ത്രക്രിയ, നവംബറിലേക്ക് അടുത്ത ശസ്ത്രക്രിയ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. അപ്പോൾ ആ ശസ്ത്രക്രിയ നടത്തിയ ശേഷമാണ് പിന്നീട് ഈ വേദന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഹർഷീനയ്ക്ക് ഉണ്ടാവുകയും ഹർഷീന അതിനുള്ള ചികിത്സ തേടി പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായും എപ്പോഴാണ് ഈ വേദന വന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങിയത് എന്ന ഒരു കാലയളവ് ഈ ഹർഷീനയുടെ മൊഴിയിൽ നിന്ന് പോലീസിന്റെ കയ്യിൽ കൃത്യമായുണ്ട്. അതായത് 2017 നവംബർ 30-ന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ആ തീയതി വെച്ച് കണക്കാക്കുകയും മുമ്പുള്ള സ്കാനിംഗ് റിപ്പോർട്ടുകളും പിന്നീടുള്ള സ്കാനിംഗ് റിപ്പോർട്ടുകളും താരതമ്യം ചെയ്യുന്നു. ഇപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കത്രികയും ഹർഷീനയുടെ വയറ്റിൽ നിന്ന് ലഭിച്ച കത്രികകളും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. അങ്ങനെ പ്രതികളിലേക്ക് എത്തി എന്നാണ് അങ്ങനെ എത്തുകയായിരുന്നു പോലീസ്. അന്വേഷണത്തിന്റെ ആ ഒരു ദുർഘടമായിട്ടുള്ള പാത അത് വിവരിക്കുകയായിരുന്നു MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന്. എന്നാലും ഹർഷീനയ്ക്ക് നീതി അത് പൂർണ്ണമായും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം.